ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി ആശുപത്രിയിൽ സന്ദർശനം നടത്തി അദ്ദേഹം മടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മൃതശരീരങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കൊപ്പം ഈ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നൽകുന്ന ഒപ്പം തന്നെ സന്നദ്ധ പ്രവർത്തനമായി ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മലയാളി കൂടി നമുക്കൊപ്പം ചേർന്നുണ്ട്. ചേട്ടാ പേരെന്താ? നമസ്കാരം, ഞാൻ ദിനേഷ് നായർ, വേൾഡ് മലയാളി കൌൺസിലിന്റെ. അതിനനുസരിച്ച് ബ്ലഡ് സാമ്പിൾസും മറ്റ് സാമ്പിൾസും എടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ബോഡി കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച വളരെ വേദനാജനകമാണ്. മൊത്തം ശവവാഹിനികളും ആംബുലൻസും മെഡിക്കൽ എമർജൻസി വെഹിക്കിൾസും മാത്രമാണ് ആ ഏരിയയിലുള്ളത്. കൂടാതെ പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് എല്ലാം പുറത്ത് വളരെ ദുഃഖം. മലയാളികൾ ആരെങ്കിലും പരിക്കേറ്റതുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരമുണ്ടോ? പരിക്കേറ്റവരിലുള്ള വിവരമില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മലയാളി നഴ്സ് കേരളത്തിൽ നിന്നും ലണ്ടനിലേക്ക് പോകും വഴി അവർ അതിലകപ്പെട്ട് അവർ മരിച്ചു എന്ന്. അവരുടെ കുടുംബക്കാരും ഞാനത് അന്വേഷിച്ചു. അവരുടെ കുടുംബക്കാർ അവിടുത്തെ പത്തനംതിട്ടയിലെ കളക്ടറേറ്റ് ത്രൂ പ്രോപ്പർ പ്രൊസീജിയർ ത്രൂ കേരള ഗവൺമെന്റ് ത്രൂ ഇവിടെ എത്താൻ കുറച്ച് സമയം എടുക്കുമെന്നാണ് പറഞ്ഞത്. എന്നാലും ഞങ്ങൾ ഇവിടെ സന്നദ്ധ പ്രവർത്തകർ വേൾഡ് മലയാളി കൌൺസിലിന്റെയും ആൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെയും എല്ലാം ഇവിടെ ഇന്നലെ മുതൽ തന്നെ സംഭവ സ്ഥലത്തുണ്ട്. എന്ത് ബ്ലഡ് ആവശ്യത്തിനും എല്ലാം ഞങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്ത് മലയാളികളാണെങ്കിൽ ഇന്ന് തന്നെ വിട്ടു നൽകാൻ സാധിക്കും. അവരെ എത്തി കുടുംബക്കാർ ബ്ലഡ് റിലേറ്റീവ് എത്തിയിരിക്കണം. അവർ ക്ലെയിം ചെയ്താലേ ബ്ലഡ് ബോഡി റിലീസ് ചെയ്യുള്ളൂ എന്നതാണ്. നടപടി ഉണ്ടാവും ഈ DNA സാമ്പിളിംഗുമായിട്ട് ബന്ധപ്പെട്ട് DNA സാമ്പിളിംഗും ബന്ധപ്പെട്ടിട്ടുള്ള ഇതും അവിടെ നടക്കുന്നുണ്ട്. എല്ലാ ടെസ്റ്റ് ആൻഡ് പാത്തോളജിക്കൽ ടെസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷനുള്ള സാമ്പിൾ അവർ എടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ചില ടെസ്റ്റ് റിസൾട്ടിന് സമയം എടുക്കുമെന്ന് പറഞ്ഞു. സംശയമില്ല, കാരണം ഇത്രയധികം 240-ലധികം ബോഡി ഉള്ളിടത്ത് സമയം എടുക്കുമെന്ന് പറഞ്ഞതിൽ നമുക്ക് അതിശയോക്തിയില്ല. ഒരു ഡൗട്ടുള്ളത് എത്ര മരണനിരക്ക് എന്നുള്ളതിൽ ഒരു കൃത്യമായിട്ട് 294 എന്ന് പറഞ്ഞു, അതിൽ കൂടുതലാണെന്ന് പറഞ്ഞു, ഒരുപാട് പേരെ കാണാനില്ല എന്നുള്ള പറയുന്നു. ഇതിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥിരീകരിച്ച വിവരം ലഭിച്ചിട്ടുണ്ടോ ഇപ്പോൾ? അതെ, ഫ്ലൈറ്റിലുള്ളവരും അവിടെ ഈ പറയപ്പെടുന്ന മെഡിക്കൽ കോളേജിന്റെ അവിടെ ചുറ്റിപ്പറ്റി നിന്നവരും അടക്കം ഈ പറഞ്ഞ ഫിഗർ ശരിയാണ്. കാരണം 24ഓളം പേര് മെഡിക്കൽ സ്റ്റുഡൻസ് ആൻഡ് ഡോക്ടർ പഠിക്കുന്നവരും ഒക്കെ ആയിട്ട് അതിലകപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ 24ഓളം. ഒഫീഷ്യൽ അല്ല, അൺഒഫീഷ്യൽ ഫിഗറാണ്. ഒഫീഷ്യലി നമുക്ക് പറയാനുള്ള അധികാരമില്ല, പറയാൻ പാടില്ല. തീർച്ചയായിട്ടും വലിയ തലത്തിൽ ഇതിന്റെ ഒരു വ്യാപ്തി ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്, പങ്കുവെക്കാനായിട്ടും സാധിക്കുന്നത്. ചില നടപടികൾ കൂടി ഈ ദുരന്ത സ്ഥലത്ത് നടക്കുന്നത്, ഒന്ന് അവശിഷ്ടങ്ങൾ എടുത്തു മാറ്റുക എന്നുള്ളതാണ്. അതിനകത്ത് തന്നെയുള്ള നിർണായക സാമഗ്രികൾ അത് പരിശോധനയ്ക്കായി അയക്കുക എന്നുള്ള കാര്യം. ഇവിടേക്കും ഇപ്പോൾ ഫോറൻസിക്കിന്റെ ബ്ലഡ് ഡിറ്റക്ഷൻ സംഘം എത്തിയിട്ടുണ്ട്. അതായത് ഈ വിമാനത്തിനകത്തുള്ള രക്തസാമ്പിളുകൾ അത് കൂടുതലായിട്ട് പരിശോധിക്കുക, അതിലൂടെ ഈ DNA സാമ്പിളിങ്ങിന് കുറച്ചുകൂടി ആധികാരികത, അതുപോലെ തന്നെ കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, അക്കാര്യങ്ങളെല്ലാം തന്നെ ഉറപ്പുവരുത്താനാണ് ഇവിടേക്കും ഫോറൻസിക്കിന്റെ ഒരു ബ്ലഡ് ഡിറ്റക്ഷൻ സംഘം എത്തി ഇവിടെയും പരിശോധന നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മൃതദേഹങ്ങൾ DNA സാമ്പിളിംഗ് DNA പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ വിട്ടുകൊടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. അതായത് വളരെ വൈകില്ല, ഈ ബന്ധുക്കൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നും മൃതദേഹങ്ങൾ ഏറ്റെടുത്ത് തിരിച്ച് നാടുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് എന്നുള്ള കാര്യം. അതായത് വലിയ രീതിയിൽ തന്നെ ഇത് വേഗം കൂട്ടുന്നുണ്ട് ഈ DNA പരിശോധിക്കലും ഒപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങളും. ഈ ഒരു ഘട്ടത്തിൽ അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ പറയാനും ഉള്ളത്.